സിനിമ നിലനിൽക്കുന്നത് സിനിമ നിർമ്മിക്കാനായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. അത് KSRTC അല്ലെ സർക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസറുടെ രൂപത്തിൽ വരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഒരു സിനിമ ഒരു പുതിയ പ്രൊഡ്യൂസേഴ്സ് ധാരാളം വരുന്നുണ്ട്. ഇപ്പൊ എന്നെ പോലെ പുതുതായി പടം ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതോ ഇൻഡസ്ട്രിയിൽ വളരെ ക്ലോസ് ആയിരിക്കുന്ന ആളാണ്. പക്ഷെ അവർക്ക് ഇവിടെ ഒരു ഇക്കോ സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. സിനിമയുടെ പാഷൻ കൊണ്ട് വരുന്നവര് അവരെ ഒരു ഓറിയന്റേഷൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇല്ല. ഇവിടെ പല അസോസിയേഷൻസും ഉണ്ട്. പക്ഷെ അസോസിയേഷനിൽ നമ്മൾ നോക്കിയാൽ ഒറ്റക്കൊറ്റക്കായ ആളുകളെ കാണുന്നത്. ഒരു ടീമെന്നോ അങ്ങനെയുള്ള ഒരു എഫേർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോ ഈ ഉള്ള അസോസിയേഷനുകളൊക്കെ പുതുതായ ആളുകളെ അകറ്റി നിർത്തുന്നതിന് പകരം പുതിയ ആളുകളെ അട്രാക്ട് ചെയ്യുന്നതിനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം. അതാണ് ഇക്കോസിസ്റ്റം. അവിടെ അവർക്ക് ഇപ്പോൾ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും അതിന് കീടങ്ങൾ പിടിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും. ഒരു പുതിയൊരു പ്രൊഡ്യൂസറെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഇക്കോസിസ്റ്റത്തിന്റെ ബാധ്യതയാണ്. ഗവൺമെന്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നില്ല. കാരണം ഗവൺമെന്റിന് അല്ലാതെ തന്നെ ഒരു പവർ ഉണ്ടല്ലോ. ഇവിടെ പുതിയ പ്രൊഡ്യൂസേഴ്സ് വന്നാൽ മാത്രമേ സിനിമ നിൽക്കുള്ളൂ. കാരണം എല്ലാവരും മരിച്ചു പോലും. ഒരാൾ 80 വയസ്സ് 90 വയസ്സിലൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നില്ല. പുതിയ ആളുകൾ പഠിച്ച് വന്നു കഴിഞ്ഞാല് നമുക്കൊരു നെക്സ്റ്റ് ഒരു 20 ഇയേഴ്സ് നിൽക്കുള്ളൂ. അവരെ ഓറിയന്റ് ചെയ്യണം. അവര് പല സ്ഥലത്തും റോങ് ഇൻഫർമേഷന്റെ കൂടെയും അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാണ് അസോസിയേഷനുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഹരീഷിനുമായിട്ട് സംസാരിക്കുകയാണ്. ഇവിടെ OTT ബിസിനസ്സിന് വരുന്ന സിനിമകൾക്ക് ഒരു പ്രൊഡ്യൂസർക്ക് ആദ്യം ഒരു ധാരണ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇരിക്കുന്ന എല്ലാവർക്കും പല പല ഇൻഫർമേഷൻ ഉണ്ട്. അവർ പോയി വിറ്റുകൊടുക്കണമെന്നല്ല, അവർ ഒരു ട്രെയിനിങ് കൊടുത്തൂടെ. അവർക്ക് ഇന്ന രീതിയിൽ നിങ്ങൾക്ക് കുഴിയിൽ ചാടാനുള്ള സാധ്യതയുണ്ട്, ഇന്ന രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടോ. പിന്നെ ഒരു അസോസിയേഷൻ ആകുമ്പോൾ അസോസിയേഷന് ബെറ്റർ ബാർഗൈനിങ് പവർ ഉണ്ടാവും, അല്ലേ? ഇപ്പോ ഒരു സിനിമ, എന്റെ സിനിമ ഇപ്പോ മനോരമ മാക്സിൽ വരുന്നു. പൈറസി എന്ന് പറയുന്ന സാധനം ഞാൻ എല്ലാവരും പറയുന്നതാണ്, കേൾക്കുന്നതാണ്, പല ആളുകളും ടെലിഗ്രാമിൽ കണ്ടു എന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ ഹൃദയം പൊട്ടുന്ന രീതിയിലുള്ള പൈറസി നടക്കുന്നത്. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അവസാനം ഒരു ഏജൻസിയെ ഏൽപ്പിച്ച് അവർ ബ്രില്യൻ്റ് ആയിട്ടൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മിനിറ്റിലും പടം ഇറങ്ങി 2 മണിക്കൂറിൽ അമേരിക്കയിൽ പടത്തിന്റെ കോപ്പി അപ്ലോഡായി. അവിടുന്ന് ആളുകൾ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇത് ശരിക്കുള്ള ചാനലിനാണ്. ഞാൻ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അവിടെ മനോരമ മാക്സ് ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഒരു സെറ്റപ്പ് ബോക്സിൽ ഈ സാധനം വന്നു? ഇതാണ് സിനിമ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്നത്. എല്ലാവരും സിനിമ കാശ് കൊടുത്ത് കാണാൻ തയ്യാറാവണം. പക്ഷെ നമ്മളൊക്കെ കുറേയധികം ആളുകൾ ഓസിന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പ്രളയശേഷം ജലധന്യം വളരെ നല്ലൊരു പ്രോഡക്റ്റ്. അത് തിയേറ്ററിൽ നിർത്തുക എന്നുള്ളത് കലയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ബാധ്യതയാണ്. അതെന്തെങ്കിലും ടെലിഗ്രാം വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നവരാണ് ആദ്യമായിട്ട് ഇൻഡസ്ട്രി നശിപ്പിക്കുന്നത്. അപ്പോ ചോദിക്കും പൈറസി ഒരു വഴിക്ക് പോവും, മുറ്റിറ്റി ഒരു വഴിക്ക് പോവും. അത് ശരിയാണ്. പക്ഷെ സിനിമ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സംഘടിതമായ ഒരു ശക്തി വേണം, ഒരു ഇക്കോ സിസ്റ്റം വേണം. എല്ലാം ഇന്റഗ്രേറ്റഡ് ആയി വർക്ക് ചെയ്യണം. പ്രൊഡ്യൂസർ അസോസിയേഷന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഈ ഫെഫ്കയ്ക്ക് പല കാര്യങ്ങളും, എല്ലാ അസോസിയേഷനും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അവർക്ക് എന്തുകൊണ്ട് ആന്റി പൈറസി സെൽ ഉണ്ടായിക്കൂടാ? ഓരോരുത്തരും ഓരോ ആളുകളുടെ അടുത്ത് പോയിട്ട് പല രീതിയിൽ പൈസ പോകുന്നതിന് നല്ലതല്ലേ? അവർക്ക് കുറെ ടെക്നീഷ്യൻസിനെ വെച്ച് ചെയ്തൂടെ? ഒരു പ്രൈവറ്റ് വിങ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യട്ടെ. അവർ ഇൻവോയ്സ് ചെയ്ത് പൈസ വാങ്ങിയിട്ട് ചെയ്യട്ടെ. അതുപോലെ ഈ ബിസിനസ് ഡെവലപ്മെന്റിന് ഒരു സെല്ല് ഉണ്ടായിക്കൂടെ? അവർ പുതിയ പ്രൊഡ്യൂസേഴ്സിന് ആരുടെയൊക്കെ പോകണം? എന്താണ് ഇതിന്റെ സ്റ്റെപ്പ് 1, 2, 3 ഓറിയന്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തു ഒന്നും ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ ഈ പറയുന്ന പ്രളയശേഷം ചില തന്നെയാണ് ഇതിലല്ല. അങ്ങനെ ചെയ്യുമ്പോൾ സർക്കാർ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റെപ്പ് ഫോർവേഡ്, അവരും ഇതിന്റെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് 1-2 പടങ്ങൾ ചെയ്യുന്നു. അവർ വേണം കൂടുതൽ ചെയ്യാനില്ല. അങ്ങനെ ചെയ്യുന്നത് വളരെ വളരെ അപ്രീഷിയേറ്റീവ് ആണ്. ആക്ച്വലി കുറെ കലാകാരൻ ഈ സിനിമയിൽ വർക്ക് ചെയ്തത് ഔട്ട്സ്റ്റാൻഡിങ് ടാലന്റ് ആണ്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഇതിലിപ്പോ പറയുന്നത് ഇതിൽ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് ആയിട്ടല്ല, ഈ സിനിമ കണ്ട ഒരു ആസ്വാദകനായിട്ട് പറയണം. അമേസിംഗ് ആയിട്ടാണ് അതിന്റെ ക്രിയേഷൻ. പക്ഷെ സെറ്റിൽ ഉണ്ടായിരുന്ന എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇത് എന്തോ ഒരു ചെറിയ പടം. പക്ഷെ പടം സ്ക്രീനിൽ കണ്ടപ്പോ മനോജിന്റെ ബ്രില്യൻസ്, ഹരീഷിന്റെ ക്യാമറ, പിന്നെ ഈ അങ്കമാലി മനോജിന്റെ മേക്കപ്പ് എല്ലാം കൂടെ ഒരു അമേസിംഗ് ആർട്ട് വർക്കാണിത്. പക്ഷെ ഇത് നിലനിർത്തുക എന്നുള്ളത് നിങ്ങൾ ഉൾപ്പെടെ ബാക്കി നല്ല സിനിമ സ്നേഹിക്കുന്നവരുടെ കയ്യിലാണ്. അത് ടെലഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അസോസിയേഷൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അസോസിയേഷൻ ഏത് അസോസിയേഷൻ, ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്റെ ഭാഗമല്ല പറയുന്നത്. അവര് ഇത്തരം ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കണം. എന്താണ് ഇൻഡസ്ട്രിയുടെ പ്രശ്നം? പ്രൊഡ്യൂസർ ശരിക്കും ഞാൻ ഈ പറഞ്ഞ 2 വിഷയങ്ങൾ,
അത് വളരെ കാതലായ വിഷയമാണ്. സിനിമ ജയിക്കുവോ പരാജയപ്പെടുവോ എന്നുള്ള വേറെ വിഷയം. പക്ഷെ ഒരു മിനിമം, അതായത് നമുക്കിപ്പോ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ കുറേയധികം പാമ്പുകളുണ്ട്, അതുവഴി പോകരുതെന്ന് പറഞ്ഞു തരാൻ ഒരാൾ അവിടെ ഉണ്ട്. അവൾ ടോർച്ച് അറ്റ്ലീസ്റ്റ് ഉണ്ട്, പക്ഷെ നീ ടോർച്ച് വെച്ചോ, നീ പോയി ഒന്ന് അടിച്ചോ, കടികൊള്ളാതെ പോകുന്നു പറയാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഹരീഷിനോട് പറഞ്ഞ കാര്യം, നമുക്കൊരു അസോസിയേഷൻ ഭാഗം പറഞ്ഞാൽ നമ്മൾ നിൽക്കുമ്പോൾ ഞാൻ 100 പേരുടെ കൂടെ നിൽക്കുന്ന അവരെനിക്ക് തരുന്ന ഒരു പവർ ഉണ്ടോ, അതോ ഞാൻ ഒറ്റയ്ക്കാണോ? ഈ രണ്ട് ഫീലിംഗ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും. എല്ലാവരും ഒറ്റക്കൊറ്റക്ക് എന്നുള്ള ഫീലിംഗ് ആണ്. പിന്നെ അസോസിയേഷനൊക്കെ പൊസിഷൻ ഉണ്ട്, അവർക്ക് ചിലപ്പോൾ ഒരു ഇൻഫ്ലുവൻസ് കിട്ടും. മുഖ്യമന്ത്രി കാണാൻ പോകുമ്പോഴത്തേക്ക് ഇവരുടെ മേൽ ഇവരെയൊക്കെ ആയിരിക്കും വിളിക്കുന്നത് സംസാരം, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് സാധാരണ ആളുകളെ ഒരു പോസിറ്റീവായിട്ട് അതിന് ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള പുതിയ ആശയങ്ങൾ അവരുണ്ടാക്കണം. അങ്ങനെയൊന്നും പറയത്തില്ല, അവർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഞാനിപ്പോ അസോസിയേഷൻ അവര് കുറേയധികം നല്ല കാര്യങ്ങൾ, എനിക്ക് അവരെല്ലാവരും സുഹൃത്തുക്കളാണ്, ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല ഞാൻ പറഞ്ഞത്. അസോസിയേഷനോട് ഇന്നോവേറ്റീവായി തിങ്ക് ചെയ്യണം. പ്രശ്നങ്ങൾ എവിടെയാണ് ഹോൾ, ആ ഹോള് പ്ലഗ് ചെയ്യാൻ പറ്റുമോ? മനസ്സിലായോ? സിനിമ ഇല്ലീഗലായിട്ട് അവൈലബിൾ അല്ലാതാകുന്ന ഒരവസ്ഥയിൽ ലീഗലായിട്ട് ആളുകൾ കാണും. പറ്റും. ഞാൻ ഉദാഹരണം കൂടെ പറഞ്ഞു. ഞാൻ ജർമ്മനിയിൽ പോയിട്ട് എന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു, ഒരു ലിങ്ക് വന്നു, ഒരു പുതിയ സീരീസിന്റെ. ക്ലിക്ക് ചെയ്ത് എന്താണ് 11 സെക്കൻഡ് വന്നാണ് പറഞ്ഞു ആന്റിബയോട്ടിക് ഇല്ലീഗൽ കണ്ടന്റ്. അവൻ ക്ലോസ് ചെയ്തു. 3000 യൂറോയുടെ പെനാൽറ്റിയാണ് വന്നത്, ടൈം വാർണിന്. അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. ഇവര് ഒരുമിച്ച് പിടിച്ചാൽ നടക്കാതിരിക്കുമോ? അതായത് ആന്റി പൈറസിക്ക് ഒരു ലോ കൊണ്ടുവരണമെന്നും ആ ലോയ്ക്ക് വേണ്ട ടെക്നോളജി എവിടെ ഇവൻ അപ്ലോഡ് ചെയ്താൽ അപ്പൊ പിടിക്കുന്ന കണ്ടന്റ് റൈറ്റിനുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ടെക്നോളജി എവിടെ പോയി? എത്തിയില്ലേ? ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറിന് സപ്പോർട്ട് കിട്ടും. ആണല്ലോ. ഇല്ല, 2 പടം പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷമേ നമ്മൾ മീറ്റിംഗിന് വിളിക്കുള്ളൂ. കാരണം ഇതുപോലെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വന്ന് പോയിട്ടുണ്ട്. കാരണം ഒരുപാട് ആഗ്രഹിച്ച് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് എന്തെങ്കിലും ഇത് സിനിമയുടെ ബിസിനസ് ആയിരുന്നു. സിനിമയുടെ ആദ്യത്തെ 3 കാര്യം: 1, നല്ല കലാസൃഷ്ടി ഉണ്ടാവും; 2, ഇത് മാക്സിമം ആളുകൾ കാണണം; അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് പ്രൊഡ്യൂസറിന് മുടക്കുമുതൽ കിട്ടണം. ഇത് 3 നടന്നാലാണ് ശരിക്കും ഈ ഇൻഡസ്ട്രി നടക്കുന്നത്, അല്ലേ? അതെ. ഇവിടെ ഈ ഓരോന്നിനും എന്തൊക്കെ പ്രശ്നം. നല്ല കലാസൃഷ്ടി ഉണ്ടാകാനായിട്ട് കോസ്റ്റിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ല കലാകാരന്മാർ പ്രൂവിനും ഒക്കെ ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. അവിടെ അത് പ്രശ്നമാണെങ്കിൽ പ്രശ്നമാണ്. മനസ്സിലായോ? അവിടെ സിനിമയിലേക്ക് വരുന്നത് സിനിമയെ സ്നേഹിക്കാതെ എങ്ങനെയെങ്കിലും ഒപ്പിക്കാനുള്ള രീതിയിൽ വരുന്നതും പ്രശ്നമാണ്. ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ട്. ധാരാളം. ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറ്റിക്കപ്പെട്ടിട്ടില്ല. എല്ലാവരും നമ്മളൊരു സ്മാർട്ട് ആണെന്നാണല്ലോ. പക്ഷെ എന്നെ പറ്റിച്ചവൻ എവിടെ ഒരു സംസാരിക്കുന്നുണ്ടാവും. മനസ്സിലായി? പക്ഷെ പറ്റിച്ചിട്ടുണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൃത്തിയായിട്ട് ചെയ്തു എന്നാണ് എന്റെ ഒരു, അതായത് അധികം പറ്റിക്കപ്പെടാതെ ചെയ്തു. ചില സമയത്ത് നമുക്ക് ഓപ്ഷൻസ് ഇല്ലാതെ വരുമല്ലോ, നമുക്കറിയാവുന്നതല്ലേ. ഉണ്ടാവാം. ഞാൻ പറയുന്നത് അതിപ്പോ ഞാനിനി പോയിട്ട് ഇതിന് വേറെ ഇത്ര പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട് പറഞ്ഞത്. നമ്മൾ ആ ഒരു സമയത്ത് സിനിമ അങ്ങനെയാണല്ലോ, ഒരു ഫാസ്റ്റ് ട്രെയിനിന് മേളിൽ കയറിയുമ്പോഴത്തേക്ക് പോവാന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ്, സിനിമയില് നല്ല കലാസൃഷ്ടി ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണം, അതിനൊക്കെ ചിന്തിക്കാൻ പറ്റണം അസോസിയേഷനുകൾക്ക്. പ്രൊഡ്യൂസർ മാത്രമല്ല, എഫ്കെക്കും ഇങ്ങനെയുള്ള DOPയുടെ അസോസിയേഷൻ എല്ലാവരും ചിന്തിച്ചോളൂ, ഇതിങ്ങനെ ആക്കി കൂടെ. അപ്പൊ അവര് തീരുമാനിക്കുന്നത് എന്റെ ഒരു പ്രോജക്ട്, അത് കഴിഞ്ഞൊരു പ്രോജക്ട്, അത് കഴിഞ്ഞൊരു പ്രോജക്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രോജക്ട് നടക്കും. എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കുറച്ച് പൈസ വാങ്ങും. ഇത് വർക്കില്ലാത്തവര് വീട്ടില് ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടാവും. കോവിഡിന്റെ സമയത്തിന് ശേഷമാണ് ഞാൻ എന്റെ പടം പഠിച്ചത്. എനിക്കറിയാം ഓരോരുത്തരും വന്ന് എത്ര കഷ്ടപ്പാടായിരുന്നു ആ സമയത്ത് പറഞ്ഞത്. രണ്ടാമത്തത്, ഇത് മാക്സിമം ആളുകളെ കാണാനായിട്ട് നിങ്ങൾ മീഡിയ ഇതിനെ കൊന്നുകളെ ക്രിട്ടിസൈസ് ചെയ്തോ, ഇത് മാക്സിമം ആളുകൾ കണ്ടിട്ട് ജനങ്ങൾ വിലയിരുത്തുക. 3ാമത്, അതിൽ നിന്നുകൊണ്ട് ശരിക്കുള്ള ലീഗൽ വരുമാനം പ്രൊഡ്യൂസർക്ക് മുടക്കുമുതൽ കിട്ടണം. അവിടെയാണ് ഇല്ലീഗൽ ഈ പൈറസി ഒക്കെ വരുന്നത്. ഇതിനൊക്കെ ഈ ഏരിയയിലെല്ലാം കൂട്ടായ്മ, ഈ ഇന്റഗ്രേറ്റഡ് ഇക്കോ സിസ്റ്റം ഉണ്ടാക്കിയാൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് വേറൊരു വേദിയിൽ അങ്ങനെ ചിന്തിക്കുന്നവരുടെ ഞാൻ പറയാൻ തയ്യാറാണ്. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ചോദിക്കുകയാണ്, ഒരു നോർമലി ഒരാൾ കഥയുമായിട്ട് വരികയാണെങ്കിൽ ഇന്ന ഇപ്പൊ പല പ്രൊഡ്യൂസറിനടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇന്ന താരങ്ങൾ ഉണ്ടെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യാം എന്നാ പറയുന്നത്. അപ്പൊ താരങ്ങളാണോ സിനിമ നിശ്ചയിക്കുന്നത്, അല്ല കഥകളല്ലേ? നമുക്കെല്ലാം പറയാനെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള സക്സസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഏതൊക്കെ പടങ്ങൾക്കാണ് പ്രൊഡ്യൂസർക്ക് മുടക്കുമുതൽ കിട്ടിയത് എന്ന് വെച്ച് നോക്കുമ്പോൾ
സ്റ്റാർ വാല്യൂ ഒരു വലിയൊരു ഫാക്ടറാണ്, അതിന് നമ്മൾ റിഫ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല.